ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവരുടെ IPOകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ IPOകൾ റിവ്യൂ ചെയ്യുന്നതാണ് ഈ വീഡിയോയും. മുക്ക പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ. പല ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് IPO മാത്രം ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. സോ കാരണം നമ്മുടെ വ്യൂസ് വളരെ കുറവാണ്. IPO റിവ്യൂസ് വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ഭാരത് ഹൈവേസിന്റെ IPO ഉണ്ടായിരുന്നു. ഞാനത് റിവ്യൂ ചെയ്തില്ല, കാരണം അത് റീറ്റെയിലേഴ്സിന് സ്റ്റേക്ക് ഇല്ല, HNIസിന് മാത്രമാണ്. സോ HNIs ഒന്നും ഞങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റീറ്റെയിലേഴ്സ് സ്റ്റേക്സ് ഇല്ലാത്തത് കൊണ്ടാണ് അത് റിവ്യൂ ചെയ്താത്തത്. റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനില്ല. അപ്പോൾ മുക്ക പ്രോട്ടീൻ ഈസ് അവൈലബിൾ ടു ഓൾ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓൾറെഡി വീഡിയോ ലാഗ് ചെയ്യുന്നു പറയുന്നു, പക്ഷെ ഞാൻ മാക്സിമം കണ്ടന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പല വീഡിയോസിനും കണ്ടന്റുകൾ കമന്റ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ലെങ്ത് ആയി പോകുന്നുള്ളത്. പക്ഷെ കമ്പനിയെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നു വരുന്ന സമയത്ത് വാല്യബിൾ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് ക്ഷമിക്കുക, മാക്സിമം കട്ട് ഷോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതൊരു മുക്ക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഫിഷ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഫിഷ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫിഷ് പ്രോട്ടീനിന്റെ മാർക്കറ്റിൽ ഏകദേശം 25% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഈ സംഭവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് മീല്, ഫിഷ് ഓയില്, ഫിഷ് ഫ്യൂളുകൾ, ഈ മീനെണ്ണ, മീൻ ഗുളിക അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 25% മാർക്കറ്റ് ഷെയർ ഈ ഒരു മേഖലയിൽ കൈയാളുന്ന ഒരു കമ്പനിയാണ്. കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഡക്റ്റ് മിക്കവാറും ഉപയോഗിക്കുന്നത് അക്വാഫീഡ്, അതായത് മീനിന് ഭക്ഷണം കൊടുക്കാനുള്ള മീൻ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്, ഈ കോഴികൾക്കും മറ്റൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോൾട്രി ഫീഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഈ പെറ്റുകൾക്കും പൂച്ച, നായ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പെറ്റ് ഫീഡില്ലേ, ആ പെറ്റ് ഫീഡിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫിഷിൽ നിന്നാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 4 മാനുഫാക്ചറിങ് സെന്റേഴ്സ് ആണ് ഇവർക്കുള്ളത്. അതിൽ ഒന്ന് കർണാടകയിലാണ്, ഒന്ന് ഗുജറാത്തിലാണ്, ബാക്കി 2 ഉള്ളത് ഒമാനിലാണ്. ഓക്കെ, ഇവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.15 ലക്ഷം മെട്രിക് ടൺ പെർ ആനം ഫിഷ് മീൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് ആനുവലി. അതുപോലെ തന്നെ 16,950 മെട്രിക് ടൺ പെർ ആനം ഫിഷ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. 20,340 മെട്രിക് ടൺ പെർ ആനം ഫിഷ് സോല്യബിൾ പേസ്റ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് 1,200 കോടി രൂപയായിരുന്നു. അതിന്റെ 60%, അതായത് വിച്ച് വാസ് അറൌണ്ട്, അത് ഏണിങ്സ് ചെയ്തിരിക്കുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഇവരുടെ എക്സ്പോർട്ട് കൺട്രീസ് എന്നൊന്ന് വിയറ്റ്നാമാണ്, തായ്വാൻ, ചൈന എന്നിവരാണ്. പ്രൊഡക്റ്റ് വൈസ് ഇവരുടെ ഫിഷ് മീൽ ഏകദേശം 82% റവന്യൂയുടെ കോംപ്രമൈസ് വരുന്നത്. അപ്പൊ ഫിഷ് മീലാണ് ഇവരുടെ പ്രധാനപ്പെട്ടത്. ഈ മീനിന് തീറ്റ കൊടുക്കുന്ന ആ സംഭവമാണ് ഏകദേശം 82% ഇവരുടെ റവന്യൂയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു 224 കോടി രൂപയുടെ IPO ആണ്, ഒരു കുഞ്ഞൻ IPO ആണ്. അതിൽ കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുന്നത്, ഫ്രഷ് ഇഷ്യൂ ആണ്, പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ഒന്നുമല്ല, ഫ്രഷ് ഇഷ്യൂ ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് 130 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത്. വളരെ ഹൈലി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു ബിസിനസ് ആണിത്. അപ്പൊ 130 രൂപയും 130 കോടി രൂപയും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന് പുറമെ പ്രൈസ് ബാൻഡ് 26 മുതൽ 28 രൂപ വരെയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം 840 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 27% ഡയല്യൂഷനാണ് വരുന്നത്. അപ്പൊ IPO ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 29 ഫെബ്രുവരി മുതൽ 4 മാർച്ച് വരെയാണ്, 4th മാർച്ച് വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. 7th മാർച്ചിലാണ് ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പൊ ഞാൻ കമ്പനിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആവുന്ന ഫിനാൻഷ്യൽസ്, അതായത് സാമ്പത്തിക കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് കുറച്ച് തോന്നുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് സെയിൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 13% CAGR ഗ്രോത്ത് ആണ് കമ്പനി 2021-നും 20-നും 23-നും ഇടക്ക് കാണിച്ചിരിക്കുന്നത്. അതുതന്നെ നല്ല റിയലൈസേഷൻ, നല്ല സെയിൽസ് റവന്യൂ റിയലൈസ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 29% CAGR ഗ്രോത്ത് ആണുള്ളത്. 549 കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് ആണ് ഈ 2020-ൽ. 549 കോടി രൂപ വിറ്റുവരവ് ഉണ്ടായിരുന്ന കമ്പനി ഇപ്പൊ അത് 1,177 കോടി രൂപയിലേക്ക് 2023 എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകണം 3 വർഷം കൊണ്ട് എത്രമാത്രം ഇമ്പ്രൂവ് ആയിരുന്നു.
ഈ ഫസ്റ്റ് 6 മന്ത്സിന്റെ കണക്കെടുക്കുന്ന സമയത്ത്, ഈ വർഷത്തെ 2024 ഫസ്റ്റ് 6 മന്ത്സിന്റെ കണക്കെടുക്കുന്ന സമയത്ത് റവന്യൂ 606 കോടി രൂപയായിരുന്നു. അത് 10% ഇബിറ്റ മാർജിൻ ആണ്. അതുപോലെ തന്നെ നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 5%. 100 രൂപയുടെ സാധനം വിറ്റ് കഴിയുമ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് 5 രൂപ കയ്യിൽ കിട്ടുന്നു എന്നർത്ഥം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 48 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ 6 മാസം കൊണ്ട് ഏകദേശം 33 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചൂടെ, കഴിഞ്ഞ വർഷം മൊത്തമായിട്ട് നോക്കുമ്പോൾ 48 കോടി രൂപയും ഈ വർഷം 6 മാസം കൊണ്ട് തന്നെ കമ്പനി 33 കോടി രൂപയും ഓൾറെഡി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആക്കി കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ ബിസിനസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 6 മാസത്തേക്കാൾ രണ്ടാമത്തെ 6 മാസമാണ് കമ്പനിയിൽ കൂടുതലും പ്രോഫിറ്റ് കൊണ്ടുവന്നതായിട്ട് കാണുന്നത്. കാരണം 2023 റവന്യൂ സെഗ്മെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ Q4 മാത്രമായിട്ട് ഏകദേശം 35% ആനുവൽ പ്രോഫിറ്റിന്റെ റവന്യൂ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 46% റവന്യൂ വന്നിരിക്കുന്നത് 46% റവന്യൂ വന്നിരിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്വാർട്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വിസിബിലിറ്റി അല്ലെങ്കിൽ ഏർണിംഗ് വിസിബിലിറ്റി കമ്പനിക്കുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വാർട്ടറിൽ ബെറ്റർ ആവാനുള്ള സാധ്യതകളും നമുക്ക് എക്സ്പെക്ട് ചെയ്തതേ പറ്റുള്ളൂ. ബിസിനസിന്റെ റിസ്ക്കും കുറച്ച് കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, 48 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ പ്രാവശ്യം കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ക്യാഷ് പ്രോഫിറ്റ് 60, അതായത് നെറ്റ് പ്രോഫിറ്റും ക്യാഷ് പ്രോഫിറ്റും എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടും ക്യാഷ് പ്രോഫിറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അക്കൗണ്ടിങ് അറിയുന്നവർക്ക് അറിയാം, ഡിപ്രീസിയേഷൻ, അങ്ങനെ ഒരുപാട് നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെയും ആ എക്സ്പെൻസ് കൊടുക്കുന്നില്ല. ഇപ്പൊ സാലറി എന്ന് പറയുന്ന സാധനം, സാലറി നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൈസ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം നിങ്ങളിപ്പോൾ അസറ്റുകൾക്കുള്ള തേയ്മാനം, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, വളരെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പക്ഷെ ആ പൈസ ബിസിനസ്സിൽ നിന്ന് എവിടെ പോകുന്നില്ല, ആ പൈസ ബിസിനസിന്റെ കയ്യിൽ തന്നെയുണ്ട് ക്യാഷ് പ്രോഫിറ്റ് ആയിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ എക്സ്പെൻസും എടുത്തു കഴിയുന്ന സമയത്ത് 48 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ശരിക്കും ക്യാഷ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60 crore ഉണ്ട്. എന്നിട്ട് പോലും 2023 അവർ ഡെറ്റ് റെഡ്യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഡെറ്റ് ഡബിളായി. എന്നിട്ടും അതിനുശേഷവും ഞാൻ പറഞ്ഞത് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഡെറ്റ് ഡബിൾ ആയിട്ടുണ്ട്. 318 കോടി രൂപയുടെ ഡെറ്റാണ് ഇപ്പോൾ കമ്പനിക്കുള്ളത്. ഇത് സെപ്റ്റംബർ 30 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാർച്ച് 2020 അത് 159 കോടിയായിരുന്നു. 159 കോടിയിൽ നിന്നും ഇപ്പോൾ ഉയർന്ന ഡെറ്റ് നിലവാരം 318 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഡെറ്റ് ഇക്വിറ്റി ഡെറ്റ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും BBB+ ആണ്. അതും ഇക്രയാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. BBB+ ആണ്. അതൊരു നല്ലൊരു റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1.5x ആണ്. അതായത് 1 രൂപ ഓണേഴ്സും 1 രൂപ 50 പൈസ ഡെറ്റുമാണ് കമ്പനിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണേഴ്സിന്റെ പൈസയേക്കാൾ കൂടുതൽ ഡെറ്റാണ് ഇപ്പോൾ കമ്പനിയിൽ പ്രസന്റ് ഉള്ളതെന്ന് അർത്ഥം. അപ്പൊ ഈവൻ ഈ ഒരു പോസ്റ്റ് ഇഷ്യൂ വന്നാൽ പോലും 0.7:1 വരിക. അതായത് 70 പൈസ ഡെറ്റും 1 രൂപ ഓണേഴ്സിന്റെ ആയിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഡെറ്റ് വരിക, പോസ്റ്റ് ഇക്വിറ്റി വരിക, പോസ്റ്റ് IPO വരിക. എന്നാൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. 2 രൂപ ഇക്വിറ്റിയും അല്ലെങ്കിൽ 0.7:1 എന്ന് പറയുന്നത് പോലും 2:1 അല്ല, 1:1 ആണ് മാക്സിമം. അപ്പോൾ 0.7:1 എന്ന് പറയുന്നത് പോലും അത്രമാത്രം ഫേവറബിൾ അല്ല ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തത്, ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ആവശ്യം കൂടുതലുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം ഇവരുടെ ഇൻവെന്ററിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 2.5 മാസം എടുക്കുന്നുണ്ട്. ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 1 മാസവും 25 ദിവസവും എടുത്തിട്ടാണ്, ഏകദേശം 2 മാസം അടുപ്പിച്ചുള്ള സമയം എടുക്കുന്നുണ്ട് അവിടുന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. കടത്തിന് വിറ്റാൻ കഴിഞ്ഞാൽ, അപ്പം ഓൾറെഡി മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടാണ്, 2.5 മാസം കഴിഞ്ഞിട്ടാണ് സാധനം വിൽക്കാൻ പറ്റുന്നത്. അത് സാധനമാക്കി വിൽക്കാൻ പറ്റുന്നത്. 2.5 മാസം വിറ്റ് കഴിഞ്ഞാൽ പോലും പിന്നെയും 1.25 മാസം നമ്മൾ ക്യാഷിനായിട്ട് കാത്തിരിക്കേണ്ടി വരുന്നത്. അപ്പം ക്യാഷ് കിട്ടാൻ വേണ്ടി ഏകദേശം 4 മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് അർത്ഥം. 4-4.5 മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അത്രയും സമയം നമ്മൾ നമ്മുടെ പണം കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ആവശ്യമുള്ള ബിസിനസ്സാണ്. അപ്പോൾ അത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ഈ ഒരു IPO നിന്ന് അതിലേക്ക് പോയി വരുന്നത്. അതിന്റെ കാര്യം പറയാം. അപ്പം കമ്പനിയുടെ പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് കർണാടകയിലാണ്. ഇത് ഒരു ചെറിയ കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 2023 മുതൽ ഇതിൽ കേസുണ്ട്. അവരുടെ പ്രത്യേകിച്ചും ഈ ഫിഷ് ഫീഡും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ് ഈ ഒരു ഫെസിലിറ്റിക്ക് ഉള്ളത്.
ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഡിസിഷൻ ഈ ഒരു ഫെസിലിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ബിസിനസിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നത്. എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് ഇഷ്യൂ, അപ്പം അതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോഴില്ല, പക്ഷേ ഇനി പ്രൊമോട്ടേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കേസ് ഉണ്ട്. 2022 മുതലാണ് ഇവർക്കൊരു കേസ് ഉള്ളത്. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ മാനേജ്മെന്റ് ആക്ട്, ഫെമ ആക്ട് പ്രകാരമുള്ള ഒരു കേസ് ഇവർക്ക് 117 കോടി രൂപയുടെ ഒരു കേസ് പെൻഡിങ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് ബിസിനസിനെ ബാധിക്കുമെന്നല്ല, പക്ഷേ ഈ ഒരു ബിസിനസ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പറയണമെന്ന് തോന്നി. ഇനി IPOയുടെ കാര്യമായിട്ട് എനിക്ക് തോന്നിയ ചെറിയൊരു ഒബ്സർവേഷൻ കൂടി പറയാം. അതിൽ IPO പ്രൊസീഡ്സ് ഏകദേശം 130 കോടി രൂപ ഇവർ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നല്ലത് തന്നെ. അതിൽ 10 കോടി രൂപ എന്താണ് അസോസിയേറ്റഡ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കാനാണ്. 10 കോടി അങ്ങനെ പോയി 130. പിന്നെ മാത്രമുള്ള മൊത്തം ഇഷ്യൂവില് 58% ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 25% ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്, അതായത് കമ്പനിയുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 56 കോടി രൂപ ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന 38 കോടി രൂപ നിങ്ങൾ ആലോചിക്കണം. മൊത്തം IPO പ്രൈസ് 224 കോടി രൂപയാണ്. അതിൽ 38 കോടി രൂപ IPO എക്സ്പെൻസ് ആയിട്ട് പോകുന്നതാണ്. IPO ഇറക്കാനും മറ്റുമായിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് പോകുന്നു. ഇതത്ര എനിക്ക് കൺവിൻസ് ആയിട്ട് തോന്നുന്നില്ല. കുറച്ച് അബ്നോർമലി ഹൈ ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതൊരു ഓവർസൈറ്റ് ഗവൺമെന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഫോർസൈറ്റ് ഇല്ലായ്മയാണോ ഇത്രയും പൈസ കൊടുത്ത് അറിയപ്പോൾ ഇഷ്യൂ ചെയ്തത്? 240 കോടി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 38 കോടി രൂപ ചെലവാക്കുന്നു എന്നുള്ളത് അത് നോക്കേണ്ടതായിട്ടുണ്ട്. അത് മർച്ചന്റ് ബാങ്കേഴ്സും ഫോറക്സും കൂടി അല്ലെങ്കിൽ മറ്റുള്ള ഇടനിലക്കാരൊക്കെ, ഇത് വിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ കമ്മീഷൻ വാങ്ങുന്നത്. അപ്പൊ എന്താണ് അതിന്റെ നിജാവസ്ഥ എന്ന് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത്. അപ്പൊ ഇതിന്റെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 2024 ആദ്യത്തെ 6 മാസത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഷെയറിന് ഏകദേശം 1.5 രൂപ വെച്ചിട്ടാണ് EPS ഉള്ളത്. 2024 അങ്ങനെയാണെങ്കിൽ EPS എസ്റ്റിമേറ്റ് 3 രൂപ 40 പൈസ ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ P മൾട്ടിപ്പിൾസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 9x ഉള്ളത്. അതായത് 9P ഇപ്പൊ ട്രേഡ് നമുക്കിതിപ്പോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്ലെയർ അവന്തി ഫീഡ്സ് ആണ്. അവന്തി ഫീഡ്സ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കമ്പനി. അവന്തി ഫീഡ്സിന്റെ PE നോക്കി കഴിഞ്ഞാൽ 20x ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി 34% ഉണ്ട് താനും. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ ഫെയർലി പ്രൈസ്ഡ് അല്ല, അണ്ടർ പ്രൈസ്ഡ് ആണെന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉണ്ടാകും. എൻ്റെ എത്തിക്സ് ആയിരിക്കില്ല നിങ്ങളുടെ എത്തിക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്തിക്സ് ആയിരിക്കില്ല എനിക്ക്. അത് ഇൻവെസ്റ്റർ എന്ന നിലയിൽ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കൺസേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു സിൻ ബിസിനസ് ആണ്. നമ്മൾ ITCയെ കുറിച്ച് പറയുമ്പോൾ പുകയില എന്ന് പറഞ്ഞ ഒരു സിൻ ബിസിനസ് ആണ്. ഇവിടെയും ഒരു സിൻ ബിസിനസ് ആണ്, കാരണം ഫിഷ് ഫീഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഇതൊരു ചെയ്യേണ്ട ഒരു അൺഎത്തിക്കൽ ബിസിനസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബിസിനസിന്റെ പർപ്പസ് അങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ സിഗരറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ചില കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കറിയുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു സിൻ ബിസിനസ് തന്നെയാണ്, സിൻ സ്റ്റോക്ക് തന്നെയാണ്. IPO ഒരു IPO അവോയ്ഡ് തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് ഒരു എത്തിക്കൽ ഡിലെമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പനിയായിട്ട് ബന്ധമില്ല, ഞങ്ങൾക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പൈസ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻസ് മതിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കണ്ടുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IPO ആണ്, അല്ലാതെ ഒരു മസ്റ്റ് IPO ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. കമ്പനിയുടെ ക്വാളിറ്റി വൈസ് ഒക്കെ ഒരു പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ആണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. ഡിഫറെന്റ് ബിസിനസ് ആണ്. ഞാൻ നേരത്തെ കൺസേൺ ആയതുപോലെ തന്നെ ഒരു എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് നമുക്ക് നോക്കിയിട്ട് ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടാൻ സാധ്യത ചിലപ്പോൾ മാർക്കറ്റിന് മൂഡ് അനുസരിച്ചിട്ടുണ്ടാവാം. അല്ലാതെ ഒരു വലിയ ഗ്രേറ്റ് ബിസിനസ് ഒന്നും പറയാനുള്ള കാര്യമില്ല. പ്രത്യേകിച്ചും ചെറിയ പൈസക്ക് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് ഇഷ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലേറ്റ് ആയി. കാരണം ഇന്ന് ഓൾറെഡി IPO ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഭാഗമാകാം. അതിനുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ട് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം മാക്സിമം വീഡിയോസ് ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.